ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മാത്യു. ഞാൻ ഡോക്ടർ കീർത്തന. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പായിട്ട് ചെറിയൊരു അനൗൺസ്മെന്റ് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഈ ഒരു മാസം കൂടെയാണ് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത മാസം മുതൽ ഞങ്ങൾ എറണാകുളത്ത് നോർത്ത് പറവൂർ എന്ന സ്ഥലത്ത് ഞങ്ങളുടെ തന്നെ ഓണായിട്ടൊരു ഐ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇനി അവിടെ ആയിരിക്കും പ്രാക്ടീസ് ഉണ്ടാവുക. സോ ആ ഒരു ന്യൂസും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ. ഈ ഐ കെയർ സെന്ററിൽ നമ്മൾ ഇവിടെ ചെയ്തിരുന്ന എല്ലാ സർവീസസും, അതായത് കണ്ണിന്റെ ഞരമ്പിലേക്കുള്ള ഇഞ്ചക്ഷനുകൾ, വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ, മാസം തികയുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ ഞരമ്പ് പരിശോധന, ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ട്രീറ്റ്മെന്റ് ആ സെന്ററിലും നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ പേര് അഫ്ലഹ്. ഞാൻ ചെറുപ്പം മുതലേ നല്ല പവറുള്ള ഒരു ഗ്ലാസ് വെച്ച് നടന്നിരുന്ന ആളായിരുന്നു. പിന്നെ പണ്ട് ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ കളിയാക്കിയായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല. പിന്നെ ഈ കോണ്ടാക്ട് ലെൻസ് വെച്ച് ഒരു 1 year ആയിട്ട് കോണ്ടാക്ട് ലെൻസ് വെച്ചായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഒരു ടൈം ലിമിറ്റ് കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ഒക്കെ വന്ന് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കോണ്ടാക്ട് ലെൻസിന്. പിന്നെ അത് വെച്ചൊരു ഇൻഫെക്ഷനും വന്നു കണ്ണിന്. പിന്നെ എന്താ ഈ ഇൻഫെക്ഷൻ വന്നപ്പോഴാണ് കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയി. അവസാനം ഈ മദർ കെയറിൽ വന്നു. മദർ കെയറിൽ വന്ന് സാറ് പറഞ്ഞു ഇങ്ങനെ കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സർജറി, ലെൻസിൻ്റെ ഒരു സർജറിനെ കുറിച്ച് പറഞ്ഞു. അവസാനം അത് ചെയ്തു. ഇപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഐക്കായിരുന്നു പ്രോബ്ലം. അത് ഇപ്പോൾ ഗ്ലാസും ലെൻസും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് കാണുന്ന ഒരു അവസ്ഥയിലാണ്. സർജറി ചെയ്യുന്ന സമയത്ത് അപ്ലക്ക് എന്തായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാം? പേടി ഉണ്ടായിരുന്നോ? പേടി പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറിയൊരു ടെൻഷന്. നമ്മളിത് ആദ്യമായിട്ടാണല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എന്താവുമെന്നും അറിയില്ല. എന്തായാലും ഹാപ്പിയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കിയപ്പോ നല്ലൊരു കാഴ്ച തോന്നി. കാഴ്ച നല്ല രീതിക്ക് തന്നെ കാഴ്ച തിരിച്ചു കിട്ടി. പിന്നെ ചെറിയ ചെറിയ സർജറി ചെയ്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഈ ഒരു 1 week കഴിഞ്ഞപ്പോഴേക്കും അതും ശരിയായിട്ടുണ്ട്. ഇപ്പോ നോർമലായിട്ടുണ്ട്. അപ്പോഴേക്ക് ആക്ച്വലി ആദ്യത്തെ ഒരു കണ്ണിന് മാത്രം -12 ആയിരുന്നു പവർ. അപ്പൊ അത് നമുക്ക് ലാസിക് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്ന പവറിനേക്കാളും അപ്പുറത്താണ്. അതുകൊണ്ട് ഒരു കണ്ണിൽ മാത്രം കട്ടി കണ്ണാടി, മറ്റേ കണ്ണിൽ പ്ലെയിൻ ഗ്ലാസ്, ഏകദേശം പ്ലെയിൻ ഗ്ലാസ്. അപ്പൊ അതൊരു ഇംബാലൻസ് കാരണം അപ്പോഴേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു 1-2 പ്രാവശ്യം ഇൻഫെക്ഷനുകൾ വന്നു, വെള്ളപ്പാട് വരാൻ തുടങ്ങി കണ്ണിൽ. അപ്പൊ അത് കാരണം അതും ബുദ്ധിമുട്ടായി വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അപ്പോഴേക്ക് പിന്നെ ആകെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, സർജറി ചെയ്ത് ആ പവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. അഫ്ലയ്ക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സർജറിയുടെ പേരാണ് ഫേക്കിക് ഐയോൽ ഇംപ്ലാന്റേഷൻ. നമ്മൾ കണ്ണടയ്ക്ക് പകരം കണ്ണിൻ്റെ മുകളിൽ കോണ്ടാക്ട് ലെൻസ് വെക്കുന്നത് പോലെ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരുതരം ലെൻസാണ് ഫേക്കിക് ഐയോൽ. അങ്ങനെ പൂർണ്ണമായിട്ടും കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കാനും പൂർണ്ണമായ കാഴ്ചശക്തി തിരിച്ചു കിട്ടാനും സാധിക്കും. അതിന് അപ്ലയുടെ പാരൻസും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. വളരെ താല്പര്യത്തോടെയാണ് അപ്ലയ്ക്ക് ആ ഒരു സർജറി ചെയ്യാനായിട്ട് ഇവിടെ വന്നത്. നമ്മൾ സർജറി ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഒരു റിസൾട്ടാണ് അപ്ലയ്ക്ക് കിട്ടിയത്. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അവരുടെ പാരൻസ് ഇത്രയൊരു റിസ്ക് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. റിസ്ക് എടുത്തിട്ടാണ് അവരിവിടെ ഈ ഒരു സർജറിക്ക് തയ്യാറായത്. അതിന് പാരൻസിനും അപ്ലയ്ക്കും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു.